പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങുകയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെങ്ങുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതിശക്തവും എന്നാൽ ഏറ്റവും ചെറുതുമായ പ്രാർത്ഥനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇത് എഴുതിയ സഭാപിതാവിനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പേനയായി നിന്ന വിശുദ്ധനോ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വലിയൊരു വെളിച്ചപ്പാടിൽ വലിയൊരു തെളിവിലും ഉണർവിലും എഴുതിയ അതിമനോഹരവും ശുദ്ധവും ഉന്നതവുമായൊരു പ്രാർത്ഥനയായി ഇതിനെ തിരിച്ചറിയുക. ഈ പ്രാർത്ഥന നിത്യജീവൻ്റെ ഹല്ലേലൂയ ഉടമ്പടിയുടെ സിഗ്നേച്ചർ മുദ്ര നമ്മിൽ പതിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് നമുക്കുള്ളത് ജീവനല്ല, ജീവനുകളാണ്. അതിലേറ്റവും ഉന്നതമായ ജീവൻ അതാണ്. നിത്യതയോളം നമ്മെ ജീവിപ്പിക്കുന്ന, നിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ദൈവപുത്രത്വത്തിൻ്റെ അധികാരാഭിഷേകം നൽകി നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ ജീവൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കറിയാവുന്നതാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അഥവാ അധികാരം അവൻ നൽകി. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം, കഴിവ് ആര് നൽകി? ദൈവം നൽകി, യേശു നൽകി. ആർക്ക്? യേശു ക്രിസ്തുവിനെ അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. ഹല്ലേലൂയ. എന്താണ് അവൻ്റെ നാമം? യേശുനാമത്തിൽ വിശ്വസിക്കണം. എന്താണ് യേശുനാമം? എന്താണ് യേശുനാമം? വിശ്വസിക്കണ്ടേ? അറിയണ്ടേ? എന്താണ് യേശുനാമം? അറിയണമെന്നല്ല പറഞ്ഞേ. അപ്പോൾ ഒന്നായി തീരാൻ ഒരു കാരണമുണ്ട്. എനിക്ക് യേശുവിൽ, പിതാവിൽ, ദൈവത്തിൽ, ത്രിയേക ദൈവത്തിൽ ഒന്നാകാൻ എനിക്കൊരു കാരണം വേണം. യേശുവിനെ അറിയണം, വിശ്വസിക്കണം. അവൻ്റെ നാമത്തിൽ, എന്താ നാമം? അവൻ്റെ നാമം യേശു. അതിൻ്റെ അറമായ രൂപമാണ് യേശുവ. അറമായ രൂപമാണ് യേശുവ. പരിശുദ്ധ മാതാവ് ഈശോയെ വിളിച്ചത് എങ്ങനെയാണ്? അറമായ ഭാഷയിൽ യേശുവ. യേശുവ എന്നുള്ളത് ജോഷുവ എന്ന ഗ്രീക്കിൻ്റെ അറമായ രൂപമാണ്. ഇതിൻ്റെ പഴയ ഹെബ്രായ രൂപമാണ് ഹോഷയ. ഹോഷയ എന്ന് പറഞ്ഞ അർത്ഥത്താണ് യഹോവ രക്ഷകൻ. അതിൻ്റെ ഹല്ലേലൂയ, അതിൻ്റെ ആധുനിക ഹീബ്രു ആണ് എന്ത്? ജോഷുവ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ അറമായ രൂപമാണ് എന്ത്? യേശുവ. എങ്കിൽ യേശുവ അഥവാ യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താണ്? യഹോവ രക്ഷകൻ, യഹോവ രക്ഷകൻ, യഹോവ രക്ഷകൻ. 13:16. ഹല്ലേലൂയ. ഏത് സംഖ്യാപുസ്തകം പിന്നീട് വായിച്ചു നോക്കുക. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, അറിയണം. യേശുവ എന്ന പദത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പേരും, 2 അവൻ്റെ ദൗത്യവും. എന്താ ദൗത്യം? രക്ഷിക്കുക. എന്താ പേര്? യാഹ്വേ. ആരാ യേശുവ? യാഹ്വേ എന്തിനു വന്നു? രക്ഷിക്കാൻ വന്നു. കാരണം എന്താണ്? ആദാമിൽ വീണു മനുഷ്യൻ, അതുകൊണ്ട് രക്ഷിക്കണം. എങ്ങോട്ട് രക്ഷിക്കണം? ദത്തുപുത്ര സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം. അവന് വീണുപോയ ദൈവത്തിൻ്റെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം. അതാണ് രക്ഷാപ്രവൃത്തി. അതിന് തടസ്സം പാപമാണ്. ആ പാപത്തെ പരിഹരിക്കാൻ അവൻ മാംസത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാ യേശു? യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്താ നാമം? യേശുവ. യേശു എന്താ നാമം? ആ നാമത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ യഹോവയാണ്, യാഹ്വേയാണ്. 2, അവൻ രക്ഷകനാണ്. ആരുടെ രക്ഷകൻ? മത്തായി സുവിശേഷം 1:21. തൻ്റെ ജനത്തെ, ആരുടെ ജനത്തെ? അവൻ ദൈവമാണെങ്കിൽ അവൻ്റെ ജനമെന്ന് പറഞ്ഞാൽ ആരാ? അവൻ ദൈവമായതുകൊണ്ട് അവൻ്റെ ജനമെന്ന് പറഞ്ഞാൽ ആരാ? ലോകത്തിലെ സകല മനുഷ്യരും, ആദാമിൻ്റെ എല്ലാ സന്തതികളും. അപ്പോൾ ആദാമിൻ്റെ സകല സന്തതികളെയും രക്ഷിക്കാൻ വന്ന യഹോവയുടെ മനുഷ്യരൂപമാണ് ആര്? നസറായനായ യേശു. യേശു ലോകരക്ഷകൻ, യേശു ദൈവം. ഈ 2 വിശ്വാസത്തെ യോഹന്നാൻ സുവിശേഷം 1:12 നമ്മോട് ആവശ്യപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷം 1:12 ഇത് പ്രഖ്യാപിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിത്യജീവൻ്റെ ഉറപ്പും ഉറവിടവും അടിസ്ഥാനവും എന്ന് പറയുന്നത്, അതിലേക്ക് എത്തി നോക്കാൻ നമ്മെ കൊതിപ്പിക്കുന്നതിൻ്റെ കാരണം അവനാണ് ദൈവമെന്ന യഹോവ എന്ന തിരിച്ചറിവും, അവൻ വന്നത് എന്നെ രക്ഷിക്കാനാണ് എന്ന തിരിച്ചറിവുമാണ്. അവനെ എന്നെ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള എൻ്റെ വിശ്വാസം എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? യേശുവിലേക്ക് കൊണ്ടുപോകും. യേശുവിലേക്ക് ഞാൻ ചെന്നാൽ എനിക്കെന്ത് കിട്ടും? ദൈവത്തിൻ്റെ ദത്തുപുത്ര സ്ഥാനം കിട്ടും. ദത്തുപുത്ര സ്ഥാനം കിട്ടിയാൽ എനിക്ക് ലഭിക്കുന്ന ആത്മീയ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയൊരു തീരുമാനമാണത്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, തീരുമാനമാണ്. അതുകൊണ്ട് ഇത് നശിപ്പിക്കുക എന്നുള്ളതും ഒരാളുടെ തീരുമാനമാണ്. ആരുടെ? എതിർ ക്രിസ്തുവിൻ്റെ, അന്തിക്രിസ്തുവിൻ്റെ, സാത്താൻ്റെ ആഗ്രഹമാണത്. അതുകൊണ്ടാണ് നമുക്കൊരു തടസ്സമുള്ളത്. ശുശ്രൂഷയ്ക്കൊരു തടസ്സമുണ്ടാകാൻ കാരണം അതാണെന്ന് തിരിച്ചറിയുക. ഇത് നടക്കാൻ പാടില്ല എന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ടനും എതിർ ക്രിസ്തു, ക്രിസ്തുവിന് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ നിത്യജീവന് എതിർ. ക്രിസ്തുവാണ് നിത്യജീവനെങ്കിൽ എതിർ ക്രിസ്തു അഥവാ ആൻറ്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? യേശുവാണ് നിത്യജീവനെങ്കിൽ, യേശുവാണ് ദൈവപുത്രത്വത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ എതിർ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിത്യജീവൻ്റെ ശത്രു, നിത്യമരണം, നിത്യതയെ മോഷ്ടിക്കുന്നവൻ, നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്നവൻ. അതുകൊണ്ട് അവനെതിരെയാണ് ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ അഗ്നി വരിക. അതുകൊണ്ടാണ് അവൻ സുവിശേഷ പ്രവർത്തനത്തിന് എതിര് നിൽക്കുന്നത്, നമുക്ക് അലസത തരുന്നത്, നമുക്ക് മടി തരുന്നത്, നമുക്ക് ഭയം തരുന്നത് എന്ന്. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നത്. മക്കളെ, ഹല്ലേലൂയ, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ, ഹല്ലേലൂയ, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 30-ാമത്തെ വാക്യം. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും. അപ്പം നോക്കിക്കേ, യേശു സുവിശേഷം എന്ന് പറയുന്നത് തന്നോടൊപ്പം ചേർത്ത് നിർത്തിയാൽ പറയുന്നത്. എന്നെ പ്രതി അഥവാ സുവിശേഷത്തെ പ്രതി, എന്നെ പ്രതി. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, നിത്യജീവനാണ്, നിത്യജീവൻ്റെ സന്ദേശമാണ്, വഴികളാണ്. എന്നെ പ്രതി അഥവാ സുവിശേഷത്തെ പ്രതി എന്ത്? ഭവനം, സഹോദരന്മാരെയോ സഹോദരിമാരെയോ
മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് മനസ്സൊന്ന് വെച്ചേക്ക്. ദൈവം നമുക്ക് നൽകുക വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉറപ്പാണ് എന്ന് തിരിച്ചറിയുക. നമ്മളെ ഒന്ന് ഉണർത്താൻ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഒപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദൈവകോപം. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. ഇത് മലയാളത്തിലെ ഒരു എക്സ്പ്രഷൻ, അതിൻ്റെ ഒരു ധ്വനി ഒരു പൂർണ്ണമായിട്ട് വരുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും എന്ന ഭാവി കാലപ്രയോഗമല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. വർത്തമാനകാല പ്രയോഗമാണ് ബൈബിളുള്ളത്. ഹല്ലേലൂയ. They will get eternal life എന്നല്ല, they enjoy. അവർക്ക് ഇപ്പോഴേ അത് കിട്ടിക്കഴിഞ്ഞു, ലഭിക്കുന്നു. നിത്യജീവൻ ലഭിക്കുന്നു. നിത്യജീവനിലാണ് അതിൻ്റെ മുദ്ര, അതിൻ്റെ വിത്ത്, അതിൻ്റെ അടയാളം, അതിൻ്റെ ഉടമ്പടി സംഭവിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അവിടെ വർത്തമാനകാല പ്രയോഗമാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 3:36 കാണുന്നത്. അത് ഭാവികാല പ്രയോഗത്തിലല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നാം എടുക്കുന്ന തീരുമാനവും അറിവും വിശ്വാസവും നമ്മുടെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ഇവിടെ തുടങ്ങിയത് എവിടെ തുടരുന്നു? വരാനിരിക്കുന്ന ലോകത്തും. അപ്പം നിത്യജീവൻ, ഈ ആത്മാവിൽ വിതയ്ക്കപ്പെട്ട നിത്യജീവന് മരണമില്ല എന്ന് തിരിച്ചറിയുക. നമ്മൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ അതിന് മരണമില്ലെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ആദാം കളഞ്ഞതുപോലെ നാം കളയാതിരുന്നാൽ നമുക്ക് നൽകപ്പെട്ട നിത്യജീവൻ നശിക്കുകയില്ല. അത് നമ്മുടെ ആത്മാവിൽ അത് ഇപ്പോഴേ വന്നിരി ചേർന്നിരിക്കുന്നു. രക്ഷയുടെ അച്ചാരമായി പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്ര വെച്ചിരിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ? ഹല്ലേലൂയ. അപ്പം മുദ്രമാക്കപ്പെട്ടതാ. ആദാം കളഞ്ഞതുപോലെ നാം പിന്നീട് കളയുന്നില്ലെങ്കിൽ ഇത് പോകാതെ നമ്മുടെ ഉള്ളിൽ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശു എന്താ പറഞ്ഞേ? എൻ്റെ കയ്യിൽ നിന്നും ആർക്കും അവനെ പിടിച്ചെടുക്കാൻ പറ്റുകയില്ല. ഓർമ്മയുണ്ടല്ലോ? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങൾ. പിതാവ് കൈ പിടിച്ചിരിക്കുന്നു, ഞാനും അവനെ പിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പിതാവിൻ്റെ കൈകളിൽ നിന്നും ആർക്കും അവനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പക്ഷെ സ്വയം കളയാൻ പറ്റും. എനിക്ക് നശിപ്പിക്കാൻ പറ്റും. മറ്റാർക്കും നശിപ്പിക്കാൻ പറ്റാത്ത വിധം ദൈവം എന്നിൽ മുദ്ര വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ, ഒരു ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചേ, ഒന്ന് കൊതിച്ചു പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ജീവനുകൾ, ആ നിത്യതയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കണം. അത് ഉറപ്പാക്കുന്ന ഒരു തീരുമാനം, അതിനുവേണ്ടി എന്തെല്ലാം വേണ്ടെന്ന് വെക്കണമോ വേണ്ടെന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് രാത്രിയിൽ ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. 1-2 വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. 2 തിമോത്തിയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. 2 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു വരാം. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ്. എവിടെ? യുഗങ്ങൾക്ക് മുമ്പ്. എവിടെ? യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ, ആഗമനത്തിൽ നമുക്ക് കാണപ്പെട്ടിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ എന്തൊക്കെ? ജീവനും അനശ്വരത അഥവാ മരണമില്ലായ്മ, അക്ഷയത്വം, അമർത്യത വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് അക്ഷയത്വം, അമർത്യത, മരണമില്ലായ്മ, നിത്യത
വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ജീവനും അക്ഷയത്വവും ജീവനും അമർത്യതയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി ക്രിസ്തുവിൽ. മറ്റു വാക്കുകളിൽ ദൈവം നമ്മളെ അവൻ്റെ ദത്തുപുത്രരാക്കിയിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണെന്ന്, ദൈവത്തിൻ്റെ നിത്യതയിൽ പങ്കുപറ്റാനുള്ള അവകാശികളുമാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട, അതിനുശേഷം നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ ഇവിടെ ഇരിക്കുന്നത് ഒരു ഗ്ലാസ്സാണ്, ആണല്ലോ. അതെ. ഒപ്പം അതിൻ്റെ ലിഡായിട്ട് അതിൻ്റെ മൂടിയായിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു അടപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ രണ്ടും താഴോട്ടിടുകയാണ്. ഏതാണ് നിൽക്കാൻ സാധ്യതയുള്ളത്? ഏതാണ്? എന്താണ്? ഗ്ലാസ്സാണോ ഈ സ്റ്റീലിൻ്റെ അടപ്പാണോ? അടപ്പാണ്. എന്താ കാര്യം? രണ്ടും ക്രിസ്ത്യൻ്റെ പ്രൊഡക്റ്റാണ്. ഹല്ലേലൂയ. ഒന്ന് നിൽക്കും, ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഈ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. നിത്യതയ്ക്കൊരു ക്വാളിറ്റി ഉണ്ടാകണം. നിത്യതയിലെ ആ നിത്യം എന്നുള്ളതിന് ഡ്യൂറബിലിറ്റി. അത് അതിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട നശിക്കാത്തതിന് പറയുന്ന പ്രയോഗവും കൂടിയാണ് നിത്യത. അക്ഷയത്വം, നല്ല വാക്കാണ് അക്ഷയത്വം. ക്ഷയിക്കില്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരം ക്ഷയിക്കാത്തതുപോലെ നമ്മുടെ ഹല്ലേലൂയ ജീവനും ക്ഷയിക്കാതിരിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ അടയാളങ്ങളിലും അർത്ഥങ്ങളിലും ഒന്ന്. അപ്പോൾ അക്ഷയത്വം ക്ഷയിക്കില്ല. എന്ത് ക്ഷയിക്കില്ല? നാം ക്ഷയിക്കില്ല. എപ്പോൾ? ക്വാളിറ്റിയിൽ. അപ്പം നിത്യതയിലെ ആ അക്ഷയത്വം എന്ന് പറയുന്ന ഡ്യൂറബിലിറ്റി, ആ ക്വാളിറ്റി എന്ന് പറയും, അത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തുവിൻ്റെ ക്വാളിറ്റിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനമാണെന്ന് തിരിച്ചറിയുക. ക്രിസ്തുവാണ് നിത്യജീവൻ എന്നുള്ളത് കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തോട് ഏറ്റവും ചേർന്ന് വന്നാൽ, അതാണ് അറിയുന്നത്. അവനെ എനിക്കറിയാം. അവൻ ക്ഷമിക്കുന്നവനാ, അവൻ കരുണയുള്ളവനാ, അവൻ കൈനീട്ടുന്നവനാ, അവൻ പാപികൾക്ക് വേണ്ടി മരിക്കുന്നവനാ, അവൻ ലോകത്തിൻ്റെ സൃഷ്ടാവാ, അവൻ ഹല്ലേലൂയ കരയാൻ അറിയുന്ന ദൈവമാ, അവൻ കൈപിടിക്കുന്ന ദൈവമാ, അവൻ നല്ല ഇടയനാ, അവൻ സൗഖ്യദായകനാ, അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാ, അവൻ വിധികർത്താവാണ്, അവൻ മരണത്തെ തോൽപ്പിച്ചവനാ, അവൻ പുനരുത്ഥാനവും ജീവനുമാണ്, അവൻ എൻ്റെ ഉള്ളറിയുന്നവൻ, അവൻ എൻ്റെ സൃഷ്ടാവാണ്, അവൻ എൻ്റെ പരിശുദ്ധിയുടെ അളവുകോലാണ്. ഈ അറിവ് അവൻ്റെ വ്യക്തിത്വത്തോട്, അവൻ്റെ ക്വാളിറ്റിയോട് എന്നെ ചേർത്ത് നിർത്താൻ പ്രേരിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അവസ്ഥയാണ് എൻ്റെ ഡ്യൂറബിലിറ്റി, എൻ്റെ നിത്യത എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? കൈവീശ്വരി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും, ഈ അറിവും, ഈ വിശ്വാസവും, ഈ യേശുവാർത്ഥവും, പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തു നിത്യജീവനാണെന്നുള്ള തിരുവചന പ്രബോധനവും, അഡോപ്ഷൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ബോധ്യങ്ങളും എല്ലാം നമ്മെ എന്തിലേക്ക് അവസാനം അടുപ്പിക്കുന്നു? അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ സ്വഭാവം, അതിൻ്റെ ഭാവം, മനോഭാവം, അതാകണം ഞാൻ, ആ ക്വാളിറ്റി എനിക്ക് വേണമെന്നുള്ള തീരുമാനത്തിൽ ദൈവം കയ്യൊപ്പിടുമ്പോൾ എനിക്ക് കിട്ടുന്നത് അക്ഷയത്വമാണ്. അതെൻ്റെ ക്വാളിറ്റിയുടെ ഹല്ലേലൂയ, എൻ്റെ ക്വാളിറ്റിക്ക് ദൈവം തരുന്ന അംഗീകാരവും കൂടിയാണ് തിരിച്ചറിയുക. അതെൻ്റെ സമ്മാനമല്ല, പക്ഷേ എൻ്റെ തീരുമാനമാണ്. എൻ്റെ അധ്വാനമല്ല, പക്ഷേ എൻ്റെ തീരുമാനമാണ്. എൻ്റെ തീരുമാനമാണ്, എൻ്റെ സമർപ്പണമാണ്, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ കൊതിയാണ്, എൻ്റെ അധ്വാനമാണ്. പക്ഷേ അത് ഞാൻ നേടിയെടുക്കാൻ വേണ്ടി എന്നിൽ തന്നെ ഞാൻ ആശ്രയിക്കുന്നതല്ല. അപ്പോഴും എനിക്ക് നോക്കാൻ ഒന്നേ ഉള്ളൂ, കാൽവരിയിലെ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഴക്കുതിച്ച നക്ഷത്രം, പ്രഭാത നക്ഷത്രം, നീതി സൂര്യനായി വരുന്നവൻ ക്രിസ്തു യേശു മാത്രമാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമ്മുടെ നിത്യജീവന. യേശു അവൻ്റെ സ്വഭാവം, അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ വ്യക്തിത്വത്തോടുള്ള നമ്മുടെ അടുപ്പ്, എത്രമാത്രം ചേർന്നിരിക്കാൻ, എത്രമാത്രം ഒന്നായിരിക്കാൻ, അതേ ക്വാളിറ്റി കിട്ടിയാൽ രക്ഷപ്പെട്ടു.
അതേ ക്വാളിറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് ഒന്നായി തീരാൻ പറ്റിയാൽ സാധിച്ചു. അതുകൊണ്ട് എല്ലാ കീടങ്ങളെയും എന്താ പറയുന്നത്, എല്ലാ തരത്തിലുള്ള അയിരിൽ എന്തോ പറയുക അതിന്, ശുദ്ധിക്ക് 7 ഉലയിൽ 7 ആവൃത്തി ശുദ്ധി ചെയ്ത വെള്ളി എന്ന് പറയുന്നില്ലേ, ഹല്ലേലൂയ, അഗ്നിയിൽ ശുദ്ധീകരിച്ച സ്വർണം എന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആ ക്വാളിറ്റി വെള്ളിക്കും സ്വർണത്തിനും വേണ്ടാത്തതായ ഇതെല്ലാം കളഞ്ഞിട്ട്, അതാ ക്രിസ്തുവിൽ വേണ്ടാത്തതെല്ലാം കളഞ്ഞിട്ട്, കച്ചിയും വൈക്കോലും തടിയും കളഞ്ഞിട്ട് വെള്ളിയും സ്വർണവും കൊണ്ടൊരു പണി പണിതാൽ അതിന് ദൈവം തരുന്നൊരു കയ്യൊപ്പുണ്ട്, അംഗീകാരമുണ്ട്. അതിനും കൂടി ബൈബിൾ പിടിക്കുന്ന പേരാണെന്ത്? നിത്യത, നിത്യജീവൻ, സമ്മാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? ബൈബിളിലെ നിത്യജീവൻ്റെ വചന പ്രബോധനം എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവസാനമായിട്ട് ഈ കാര്യം പറഞ്ഞത്, ക്വാളിറ്റി ഈസ് ഡ്യൂറബിലിറ്റി. അതുകൊണ്ട് ക്രിസ്തു ആണ് നമ്മുടെ മാതൃക, നമ്മുടെ അളവുകോല്, നമ്മൾ എത്തിച്ചേരേണ്ട നമ്മുടെ ലക്ഷ്യസ്ഥാനം, നമ്മുടെ ടാർജറ്റും ഗോളും എന്ന് തിരിച്ചറിയുക. ഒറ്റ വാക്യം കൂടി വായിച്ച് ഞാൻ ചുരുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ ഉണ്ടോ? അറിയില്ല. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിശ്രമിക്കുക. അപ്പോൾ നിത്യജീവൻ എവിടെയാണ് കിടക്കുന്നത്? വിശുദ്ധ ലിഖിതങ്ങളിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആ ലിഖിതങ്ങൾ തന്നെയാണ് എന്നെപ്പറ്റി പറയുന്നത്. പക്ഷെ എന്നിലേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളും വചനങ്ങളും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ നമ്മിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള വഴികാട്ടിയും ഉപകരണവും മാത്രമാണ്. വിശുദ്ധ ലിഖിതം കൊണ്ട് അവസാനിപ്പിക്കരുത്, വചനപ്രഘോഷണം കൊണ്ട് അവസാനിപ്പിക്കരുത്. അതെല്ലാം യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തിക്കണം. 40-ലാണ് അതിൻ്റെ ശക്തി കിടക്കുന്നത്. 5:40 വിശുദ്ധ യോഹന്നാൻ 5:40 ശക്തി കിടക്കുക. എന്നാൽ നിങ്ങൾ എന്നിലേക്ക് വരുന്നില്ല, എന്നിലേക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, എന്നോട് ഒട്ടി നിൽക്കാൻ വരുന്നില്ല. എന്നിലേക്ക്, എന്നെ ഫോളോ, എന്നെ അനുഗമിക്ക്. ഹല്ലേലൂയ. പുത്രൻ്റെ ഛായയിലേക്ക്, സാദൃശ്യത്തിലേക്ക് അനുരൂപരാകാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. റോമാലേഖനം 8:29-30. പുത്രൻ്റെ ഛായ, സാദൃശ്യം, അതാണ് നിത്യജീവൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അതാണ് 5:40 പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവമാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം എന്ന് തിരിച്ചറിയുക. യേശു ക്രിസ്തുവിനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയതിനു ശേഷം അവൻ്റെ വ്യക്തിത്വത്തെ നമ്മുടെ വ്യക്തിത്വവുമായി ചേർത്ത് വയ്ക്കുന്നതിന് നമ്മളെടുക്കുന്ന തീരുമാനത്തിന് ദൈവം നൽകുന്ന പ്രതിഫലമാണ് സ്വർഗത്തിൽ അവൻ്റെ വ്യക്തിത്വത്തോട് നമ്മളെ ലയിപ്പിക്കുന്ന സ്വർഗീയ ഹോളി കമ്മ്യൂണിയൻ.